നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവ് നായയുടെ ആക്രമണത്തിൽ 60-കാരന് ദാരുണ മരണം. മഞ്ചേശ്വരം മുള്ളാൾ കുമ്പല ബൈപ്പാസിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കാസർഗോഡ് 3 വൻ പാൻ മസാല വേട്ട. തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും ചെർക്കളയിലെ 2 നിന്നുമായാണ് പാൻ മസാല കടത്ത് പിടികൂടിയത്. കോൺഗ്രസ് പരാജയത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെന്ന് വി മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും വി മുരളീധരൻ. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ ദൃശ്യ പത്ര മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. സത്യാനന്തര കാലത്ത് മാധ്യമ പ്രവർത്തകർ നേരിടുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് അംബികാസുധൻ മാങ്ങാട്. സ്കൂളിൽ നിർമ്മിച്ചത് മനോഹരമായ റോസ് ഗാർഡൻ. ശിശുദിനത്തിൽ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ച് GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ. NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് മാണിയാട്ട് ഗ്രാമത്തിൽ തിരിതെളിഞ്ഞു. സിനിമാ താരം ശ്വേത മേനോൻ കളിവിളക്ക് തെളിയിച്ചു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അവകാശ സമരം നടത്തി. ഒപ്പ് ശേഖരണ പരിപാടിയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തെരുവ് നായയുടെ ആക്രമണത്തിൽ 60-കാരന് ദാരുണ മരണം. മഞ്ചേശ്വരം ഉള്ളാൾ കുമ്പല ബൈപ്പാസിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ദേശീയപാതയോരത്തെ കടയരികിൽ കിടന്നുറങ്ങിയ കുമ്പല സ്വദേശി K ദയാനന്ദയാണ് കൊല്ലപ്പെട്ടത്. രാവിലെ വഴിയാത്രക്കാരും നാട്ടുകാരുമാണ് മൃതദേഹം കണ്ടത്. തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ അനുദിനം നിരവധി പേർക്കാണ് പരിക്കേൽക്കുന്നത്. അതിരൂക്ഷമായ രീതിയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം തുടരുമ്പോഴും അധികൃതർ മൗനത്തിലാണ്. ഇതിനിടയിലാണ് ഞെട്ടലും ഭീതിയും സൃഷ്ടിച്ച് മഞ്ചേശ്വരം ഉള്ളാൾ കുമ്പല ബൈപ്പാസിൽ 60-കാരനെ തെരുവ് നായ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവമുണ്ടായത്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ദാരുണമായ ഈ സംഭവം അരങ്ങേറിയത്. മൃതദേഹം രാവിലെ വഴിയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ട് ഇത് കൊലപാതകമാകാം എന്ന നിഗമനത്തിൽ നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ഫോറൻസിക് വിദഗ്ധരുടെ സഹായം തേടുകയും ചെയ്തു. തുടർന്ന് ഫോറൻസിക് വിദഗ്ധർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് തെരുവ് നായയുടെ ആക്രമണമാണ് മരണകാരണമെന്ന് സ്ഥിരീകരിച്ചത്. ദേശീയപാത 66-ൽ കുമ്പല ബൈപ്പാസിന് എതിർവശത്തുള്ള റോഡരികിലെ ഒരു കടയ്ക്ക് സമീപമാണ് ദയാനന്ദ വ്യാഴാഴ്ച രാത്രി ഉറങ്ങുവാൻ കിടന്നത്. പുലർച്ചെ നായയുടെ ആക്രമണത്തിന് ഇരയായ ദയാനന്ദ രക്ഷപ്പെടുവാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിപ്പോകുവാൻ ശ്രമിച്ചെങ്കിലും തെരുവ് നായ ദയാനന്ദയെ വീണ്ടും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. കടിച്ച് കീറിയതിനെ തുടർന്നുണ്ടായ ഗുരുതരമായ പരിക്കുകളാണ് ദാരുണമായ മരണത്തിന് കാരണമായത്. ദയാനന്ദ ആദ്യം ഉറങ്ങിക്കിടന്ന സ്ഥലത്ത് നിന്നും മാറി കുറച്ചകലെയായാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ദയാനന്ദയുടെ മരണം സംഭവിച്ചെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. പ്രദേശത്ത് ഈ സംഭവം വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കുവാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമെന്ന ഭീതിയും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് 3 വൻ പാൻ മസാല വേട്ട. തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും ചെർക്കളയിലെ 2 നടത്തിയ പരിശോധനയിലുമാണ് പാൻ മസാല കടത്ത് പിടികൂടിയത്. ജില്ലയിൽ വ്യാപകമായി നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിലാണ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപത്തായും ചെർക്കളയിലെ 2 നടത്തിയ പരിശോധനയിൽ പാൻ മസാല കടത്ത് പിടികൂടി. ജില്ലയിൽ വ്യാപകമായി നടത്തിയ കോമ്പിംഗ് ഓപ്പറേഷനിലാണ് ഈ 3 നിന്നുമായി പാൻ മസാല പിടികൂടിയത്. 3 കാറുകളിൽ കടത്തിയ 45,930 പാക്കറ്റ് പാൻ മസാലയാണ് പിടികൂടിയത്. 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തലപ്പാടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നടത്തിയ പരിശോധനയിൽ കാറിൽ കടത്തുകയായിരുന്ന 26,112 പാക്കറ്റ് പാൻ മസാലയാണ് പിടികൂടിയത്. സംഭവത്തിൽ ഉപ്പള അഗർത്തിമൂല ഫൗസിയ മൻസിലിലെ മൊയ്തീൻ കുഞ്ഞിയെയാണ് അറസ്റ്റ് ചെയ്തത്. ചാക്കിൽ കെട്ടിയാണ് പുകയില ഉൽപ്പന്നങ്ങൾ കാറിനകത്ത് സൂക്ഷിച്ചിരുന്നത്. ചെർക്കള പാടി റോഡിൽ 2 നടത്തിയ വാഹന പരിശോധനയിൽ 19,818 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങളും 2 കാറുകളുമാണ് പിടികൂടിയത്. ഇതിൽ 12,218 പാക്കറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ കാറിൽ കടത്തിയതിന് വിദ്യാനഗർ ചെട്ടുംകുടിയിലെ റാഷിദിനെ കസ്റ്റഡിയിലെടുത്തു. ചെർക്കള പാടി റോഡിൽ മറ്റൊരു കാറിൽ നടത്തിയ പരിശോധനയിലാണ് 7,600 പാക്കറ്റ് പാൻ മസാല പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
BJP കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും ബ്ലോക്ക് ഡിവിഷനുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V. മുരളീധരനാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ജില്ലാ പഞ്ചായത്തിൽ 1ാം ഡിവിഷൻ ആയിട്ടുള്ള കുഞ്ചത്തൂർ വിജയകുമാർ റായ്, പുത്തികെ 2ാം ഡിവിഷൻ പുത്തികയിൽ മണികണ്ഠ റായ്, 3ാം ഡിവിഷൻ ബദിയടുക്ക രാമപ്പ മഞ്ചേശ്വര, 4ാം ഡിവിഷൻ ദേലമ്പാടി ബേബി മണിയൂർ, കുറ്റിക്കോൽ മനുലാൽ മേലോത്ത്, 6ാം ഡിവിഷൻ കല്ലാർ ധന്യ സുമോദ്, 7ാം ഡിവിഷൻ ചിറ്റാരിക്കൽ രമണി KS, 8ാം ഡിവിഷൻ കയ്യൂർ TD ഭരതൻ, 11ാം ഡിവിഷൻ മടിക്കൈ A. വേലായുധൻ, 14ാം ഡിവിഷൻ ഉദുമ സൗമ്യ പത്മനാഭൻ, 16ാം ഡിവിഷൻ സിവിൽ സ്റ്റേഷൻ PR സുനിൽ. ഇതിനു പുറമെ മഞ്ചേശ്വരത്തെ 16 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ 16 വരെയുള്ള വാർഡുകളാണ്. 13 ബ്ലോക്ക് പഞ്ചായത്ത് മഞ്ചേശ്വരത്ത് 13 ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ 10 സ്ഥാനാർത്ഥികൾ, കാരടുക്ക ബ്ലോക്ക് പഞ്ചായത്തിലെ 4 സ്ഥാനാർത്ഥികൾ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ 8 സ്ഥാനാർത്ഥികൾ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ 6 സ്ഥാനാർത്ഥികൾ. ഇത്രയും പേരുടെ പട്ടിക കൂടി ഇന്ന് പാർട്ടി സ്ഥാനാർത്ഥികളായിട്ട് പുറത്തിറക്കുക. കോൺഗ്രസ് പരാജയത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെന്ന് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V. മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ EDയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തണമെന്നും പത്മകുമാറിന്റെ അറസ്റ്റ് വൈകിപ്പിക്കരുതെന്നും V. മുരളീധരൻ കാസർഗോഡ് പറഞ്ഞു. കോൺഗ്രസ് പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ബീഹാർ ജനവിധിയെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദീർഘകാലം ഭരണത്തിലിരുന്ന പാർട്ടിയാണ്. 30 വർഷക്കാലം കേന്ദ്രത്തിൽ തുടർച്ചയായി ഭരിച്ച ആളുകളാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരു വെല്ലുവിളിയും നേരിടാതെ 20 കൊല്ലത്തോളം കോൺഗ്രസ് ഭരിച്ച ചരിത്രമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അങ്ങനെയുള്ളൊരു പാർട്ടി 10 വർഷക്കാലം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള മനോഭാവം പോലും നഷ്ടപ്പെടുന്ന തരത്തിൽ കാണിക്കുന്ന അസഹിഷ്ണുത, ആ അസഹിഷ്ണുത ഭാരതീയ ജനതാ പാർട്ടിയോട് മാത്രമുള്ള അസഹിഷ്ണുതയല്ല, ജനങ്ങളോടുള്ള അസഹിഷ്ണുത. ആ അസഹിഷ്ണുത കാണിക്കുന്ന മനോഭാവം കോൺഗ്രസ് അവസാനിപ്പിക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന സമീപനം, ആ സമീപനത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പിന്മാറണം. പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പത്മകുമാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ അറസ്റ്റ് ഭയന്നിട്ടുള്ള ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. പത്മകുമാർ പറഞ്ഞത് ദൈവത്തെപ്പോലെ പത്മകുമാർ കരുതുന്ന ഒരാൾ പോലും വിശ്വസിച്ചു എന്നാണ്. അതാരാണെന്നുള്ളത് പുറത്തു വരണം. പത്മകുമാറിന് മാത്രമല്ല, അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇപ്പോഴത്തെ മന്ത്രി വാസവനും ഉൾപ്പെടെ ഈ കൊള്ളയിൽ പങ്കുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് പത്മകുമാറിൻ്റെ അറസ്റ്റ് വൈകിക്കരുത് എന്നുള്ളതാണ്. ശബരിമലയിലെ അന്വേഷണം നീതിപൂർവകമായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യം. സത്യാനന്തര കാലത്ത് മാധ്യമപ്രവർത്തകർ നേരിടുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് സാഹിത്യകാരൻ അംബികാസുധൻ മാങ്ങാട് അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ ദൃശ്യം പത്രമാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സത്യത്തെക്കാൾ 1000 മടങ്ങ് വേഗതയിലാണ് അസത്യം പ്രചരിക്കുന്നത്. സത്യവും അസത്യവും വേർതിരിച്ചറിയാത്ത വിധം വ്യാജങ്ങളുടെ കുത്തൊഴുക്കാണ് പല മാധ്യമങ്ങളിലും. അസത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പത്രപ്രവർത്തകരുടെ ഉത്തരവാദിത്വം കൂടി വരികയാണെന്നും നുണകളുടെ പ്രളയത്തിൽ സത്യത്തെ കണ്ടെത്തുക വെല്ലുവിളി നിറഞ്ഞതാണെന്നും അംബികാസുധൻ മാങ്ങാട് പറഞ്ഞു. വളരെ ദശകങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത് ഒരു വെർച്വൽ റിയാലിറ്റിയുടെ കാലത്ത് ജീവിക്കുന്ന നമുക്ക് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ സത്യം വളരെ പെട്ടെന്ന് ഇല്ലാതായി തീരുകയും അസത്യങ്ങൾ പെരുകുകയും ചെയ്യുന്ന കാലത്ത് ഏതാണ് സത്യം എന്ന് കണ്ടെത്താൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന അത് ഏറ്റവും പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നത് മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം വൈകാരികമായിട്ടുള്ള സാധ്യതകളൂടെ ചേർത്തുകൊണ്ട് ഒരു അസത്യം പറയുമ്പോൾ, അത് 100 തവണ ആവർത്തിക്കപ്പെടുമ്പോൾ, 1000 പേര് അത് പറയുമ്പോൾ, 10,000-കണക്കിന് ആളുകൾ അത് വെർച്വൽ റിയാലിറ്റിയിൽ ഷെയർ ചെയ്യപ്പെടുമ്പോൾ അസത്യം വളരെ പെട്ടെന്ന് സത്യമായിട്ട് മാറും. ഈ ഒരു സന്നിഗ്ധത ആയിരിക്കാം ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് നാം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. നമ്മുടെ നാട് എന്ന് പറയുന്നത് സത്യത്തിൻ്റെ ഒരു നാട് എന്നുള്ള നിലയിലാണ് നമ്മൾ. സത്യമാണ് ഈശ്വരൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. ഈശ്വരൻ സത്യമാണ് എന്നല്ല, സത്യമാണ് ഈശ്വരൻ എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. മലയാള മനോരമ ലേഖകനും തൃക്കരിപ്പൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ TV ചവിണിയൻ സ്മാരക പത്രമാധ്യമ അവാർഡ് മലയാള മനോരമ കാസർഗോഡ് ബ്യൂറോയിലെ P ചന്ദ്രമോഹനും കേരള കൗമുദി ലേഖകനും പ്രസ് ഫോറം മുൻ പ്രസിഡന്റുമായിരുന്ന K കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ സ്മാരക ദൃശ്യമാധ്യമ അവാർഡ് തളിപ്പറമ്പ് സീൽ TVയിലെ ഷാജി കീഴറയ്ക്കും സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ അംഗീകാരം നേടിയ രജീഷ് കുളങ്ങര, P ശില്പ, MP ബിജീഷ്, AG ഷാക്കിർ എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു. VT ഷാഹുൽ ഹമീദ് അനുസ്മരണം ഡോക്ടർ VPP മുസ്തഫ നടത്തി. A മുകുന്ദൻ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. തൃക്കരിപ്പൂർ വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ രാഘവൻ മാണിയാട്ട് അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ, പ്രസ് ഫോറം പ്രസിഡന്റ് P മഷൂദ്, സെക്രട്ടറി KV സുധാകരൻ, VK രവീന്ദ്രൻ, CH അബ്ദുൽ റഹീം, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ശിശുദിനത്തിൽ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ച് MUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ. സ്കൂളിൽ റോസ് ഗാർഡൻ നിർമ്മിച്ചാണ് ശിശുദിനത്തെ ഇവർ മനോഹരവും ആഘോഷവുമാക്കി മാറ്റിയത്. ശിശുദിനത്തിൽ GMUPAS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് അംഗങ്ങൾ മനോഹരമായ പൂന്തോട്ടമാണ് നിർമ്മിച്ചത്. വില കൊടുത്ത് വാങ്ങാതെ അവരവരുടെ വീടുകളിൽ നിന്നു തന്നെ കൊണ്ടുവന്ന റോസാ ചെടികളാണ് പൂന്തോട്ട നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ജവഹർ റോസ് ഗാർഡൻ എന്നാണ് കുട്ടികൾ ഇതിന് പേരിട്ടത്. കഴിഞ്ഞ വർഷം കല്ലിങ്കാൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായി കുട്ടികൾ ഇത്തരത്തിലൊരു ഉദ്യാനം നിർമ്മിച്ചു നൽകിയിരുന്നു. ഹെഡ് മാസ്റ്റർ K ഹരിദാസ്, സ്റ്റാഫ് സെക്രട്ടറി KP ഷമീർ, സീനിയർ അസിസ്റ്റന്റ് T സതീശൻ, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ KV ജിജി, PTA വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂച്ചക്കാട്, മദർ PTA പ്രസിഡന്റ് ആയിഷ എന്നിവർ സംസാരിച്ചു. സ്കൂളിൽ നടക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിന്റെ ഗുണഭോക്താക്കളായ കുട്ടികളുടെ പ്രത്യേക ശിശുദിന പരിപാടിയും സ്കൂളിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 12ാമത് NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് മാണിയാട്ട് ഗ്രാമത്തിൽ തിരിതെളിഞ്ഞു. 10 ദിവസം നീളുന്ന നാടകമേളയ്ക്ക് സിനിമാ താര സംഘടനയായ അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ കളിവിളക്ക് തെളിയിച്ചു. കുട്ടികൾക്ക് രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ നൽകണം. അത് അവർക്ക് കരുത്തും സ്ഥിരതയും ഉണ്ടാക്കിയെടുക്കുവാൻ കാരണമാകുന്നുവെന്നും ശ്വേത മേനോൻ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി സ്ട്രെസ് മാറണമെങ്കിൽ തിയേറ്റർ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന എല്ലാ കുട്ടികളും ഇതൊക്കെ കണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ത്രീകളും ചെറിയ ചെറിയ വാവകളും കുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്. സത്യം പറഞ്ഞ മക്കളെ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഒരു ജീവിതത്തിൽ ഒരു നല്ല നാടകത്തിന്റെ ഭാഗമാവാൻ നോക്കണം. ആൻഡ് അതിന് നിങ്ങൾ അച്ഛനമ്മമാർ സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് അതൊരു നമ്മുടെ ഉള്ളിൽ ഒരു കരുത്തും ഒരു സ്റ്റെബിലിറ്റി നമ്മളെ കൊണ്ടുതരും. കണ്ടോ, ചെറിയ നാടകത്തിൽ 10 ദിവസം നീളുന്ന നാടകമേളയുടെ പൊതുസമ്മേളനം മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ഉദിനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു.
നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള NN പിള്ള സ്മാരക പുരസ്കാരം 90 വയസ്സ് പിന്നിട്ട നാടകപ്രവർത്തകൻ KM ധർമ്മൻ ശ്വേതാ മേനോനിൽ നിന്നും ഏറ്റുവാങ്ങി. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ, P കുഞ്ഞിക്കണ്ണൻ, TV ശോഭിത്, KV ശശി, K പ്രസാദ്, K ശരത് കുമാർ, ഹേന തമ്പാൻ, AV റീന, KV വൈശാഖ്, PV അനേഷ്, നന്ദൻ മണക്കാടൻ, VV സന്തോഷ്, TV നന്ദകുമാർ, K റിലീഷ് എന്നിവർ സംസാരിച്ചു. കളിവിളക്കിൽ തെളിയിക്കുവാനുള്ള നാടകജ്യോതി പ്രയാണം ചെറുവത്തൂർ കാരിയൽ ശ്രീകുമാർ ക്ലബ്ബിൽ നിന്നുമാണ് ആരംഭിച്ചത്. കൈരളി TV സീനിയർ ന്യൂസ് എഡിറ്റർ PV കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. N അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിനത്തിലെത്തിയ നാടക പ്രേമികൾക്ക് വനിതാവേദി തയ്യാറാക്കിയ ഉണ്ണിയപ്പം വിതരണം ചെയ്തു. എല്ലാ ദിവസവും രാത്രി 7:30 നാടകം ആരംഭിക്കും. 18 ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തും. ആദ്യ ദിനം തൃശൂർ ഡ്രീം കേരളയുടെ ആകാശത്തേക്ക് തുറന്നിട്ട വാതിൽ അരങ്ങേറി. 16 ഞായറാഴ്ച രാത്രി കായംകുളം പീപ്പിൾസിന്റെ അങ്ങാടിക്കുരുവികൾ അരങ്ങിലെത്തും. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. നായന്മാർമൂല TIHSS സ്കൂളിലെ JRC യൂണിറ്റും 5C ക്ലാസും സംയുക്തമായി സഹപാഠിക്കൊരു കൈത്താങ്ങ് പദ്ധതി നടത്തി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടിക്ക് സഹപാഠികൾ സമ്മാനങ്ങളും പഠനോപകരണങ്ങളും നൽകി. TIHSS നായന്മാർമൂല സ്കൂൾ JRC യൂണിറ്റും 5C ക്ലാസും സംയുക്തമായി സഹപാഠിക്കൊരു കൈത്താങ്ങ് പദ്ധതി നടത്തി. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന അഭിയാൻ എന്ന കുട്ടിക്ക് സഹപാഠികൾ സമ്മാനങ്ങളും പഠനോപകരണങ്ങളും നൽകി. ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ PK അനിൽകുമാർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ KP മഹേഷ് കുമാർ, സലീം M, P കൊച്ചുത്രേസ്യാമ്മ ടീച്ചർ, സുബൈദ ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സിന്ധു ടീച്ചർ, പ്രജിത ടീച്ചർ, UP വിഭാഗം SRG കൺവീനർ കൗസിയ ടീച്ചർ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സന്ധ്യ ടീച്ചർ സ്വാഗതവും JRC കൗൺസിലർ ശ്രീമ P ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അവകാശ സമരം നടത്തി. ഒപ്പുശേഖരണ പരിപാടിയും സംഘടിപ്പിച്ചു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ പ്രഥമ ജനറൽ സെക്രട്ടറി A വേണുഗോപാൽ അനുസ്മരണ ദിനമായ നവംബർ 14 ഉച്ചയ്ക്ക് 2 മണിക്ക് കാഞ്ഞങ്ങാട് മാന്തോപ്പ് മൈതാനിയിൽ അവകാശ സമരം സംഘടിപ്പിച്ചു. ശമ്പള കുടിശ്ശിക ഉടൻ നൽകുക, മലബാർ ദേവസ്വം സമഗ്ര നിയമ പരിഷ്കരണം നടപ്പിലാക്കുക, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കോടതി പാസാക്കിയ ഗ്രാറ്റുവിറ്റി അനുവദിക്കുക, ക്ഷേമനിധി പരിഷ്കരണം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രയാസങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റ് താഴെ പോകണമെന്നല്ല ഈ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ഈ സർക്കാർ നിലനിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഭാഗം ജനങ്ങൾ ഇവിടെ പ്രയാസം അനുഭവിക്കുന്നത് മനസ്സിലാക്കി ഇനിയിപ്പം പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മൾ സമരമല്ല എന്ത് നടത്തിയാലും അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായി എന്നതുകൊണ്ട് ഇനി പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. പക്ഷെ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിയും. ശമ്പളം കൊടുക്കാൻ ബാക്കിയുള്ളത് കൊടുക്കാം, അല്ലെങ്കിൽ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേമനിധി പരിഷ്കരിക്കണം. ആദ്യം ഉണ്ടാക്കിയ ക്ഷേമനിധിയല്ല, കാലാനുസൃതമായ മാറ്റം അതിൽ വരണം. പല മേഖലകളിലും ഇങ്ങനെ ക്ഷേമനിധിയുടെ പരിഷ്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് U തമ്പാൻ നായർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KV സുരേന്ദ്രൻ, ജില്ലാ ട്രഷറർ ഉണ്ണി പാലത്തിങ്കാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി കമലാകാന്തൻ, ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് മാരാർ തൃക്കണ്ണാട്, ശ്രീനിവാസൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി M സദാനന്ദൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാടും ജനമൈത്രി പോലീസ് അമ്പലത്തറ യൂണിറ്റും സംയുക്തമായി സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോധവൽക്കരണ ക്ലാസും നടത്തി. ജില്ലാ ഹോമിയോ ആശുപത്രി കാഞ്ഞങ്ങാട്, ജനമൈത്രി പോലീസ് അമ്പലത്തറ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ച് അമ്പലത്തറ വ്യാപാര ഭവനിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജയരാജൻ K ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി. ഹോമിയോപ്പതി ഇങ്ങനെ ക്യാമ്പിൽ പങ്കെടുക്കാറ് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് നല്ല കാര്യമാണ്. ഞാൻ ആ ക്യാമ്പിൽ പങ്കെടുക്കണമെന്നില്ല. അപ്പം ഹോമിയോയുമായി ബന്ധപ്പെട്ട് ഒരു ആശുപത്രി ഞാൻ പോയിട്ടുള്ള മനസ്സിൽ കഴിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന്
സഹായകമായ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കും. അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രമോദ് ടി വി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഹോമിയോ ആശുപത്രി ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തു പദ്ധതി വിശദീകരണം നടത്തി. ഷുഗർ ഉള്ളവരായിട്ട് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എത്ര പേർക്ക് ഷുഗർ ഉള്ള ഒരാളെങ്കിലും അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവും? ഉണ്ടോ? ഇല്ല, സാധ്യതയില്ല. വളരെ കുറവ് പേരാണ്. നമ്മൾക്ക് ആർക്കെങ്കിലും ആയിട്ട് നമ്മുടെ വീട്ടിലോ നമ്മുടെ മുതിർന്നവരോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ ജോലി സ്ഥലത്തോ എവിടെയെങ്കിലും ആയിട്ട് നമുക്ക് ഷുഗർ ഉള്ളവരെ കേരളത്തിലാർക്കും അറിയാതിരിക്കാൻ വഴിയില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗമുള്ള വലിയ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ അത് കേരളം. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അമ്പലത്തറ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഗോപാലൻ സംസാരിച്ചു. നാം മെഡിക്കൽ ഓഫീസർ ആയുഷ്മാൻ ഭവ ഡോക്ടർ സുനീറ ഇ കെ സ്വാഗതവും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി രാജൻ നന്ദിയും പറഞ്ഞു. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനമായി. നിരവധി ആളുകൾ സപ്താഹ സമാപന ദിവസത്തിൽ തറവാട് സന്നിധിയിൽ എത്തി. നെല്ലിക്കാട്ട് ഈങ്ങയിൽ വീട് തറവാട് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. സമാപനത്തിന്റെ ഭാഗമായി യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ, ഉപഹാര സമർപ്പണം, പ്രസാദ വിതരണം എന്നിവ നടന്നു. തറവാട്ടംഗങ്ങൾ, വിവിധ ദേവസ്ഥാനങ്ങളിലെയും തറവാടുകളിലെയും ആചാരസ്ഥാനികർ, ജനപ്രതിനിധികൾ, ഭാരവാഹികൾ, കുട്ടികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ 7 ദിവസങ്ങളിലായി നടന്ന സപ്താഹത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ശിശുദിനത്തിൽ ചാച്ചാജിയുടെ കൂറ്റൻ ചുമർ ചിത്രം കുരുന്നുകൾക്കായി സമർപ്പിച്ച് അധ്യാപകർ. ഹൊസ്ദുർഗ് കടപ്പുറം GUP സ്കൂളിലാണ് ഈ മാതൃകാ പ്രവർത്തനം നടന്നത്. ശിശുദിനത്തിൽ ചാച്ചാജിയുടെ കൂറ്റൻ ചുമർ ചിത്രം കുരുന്നുകൾക്കായി സമർപ്പിച്ച് അധ്യാപകർ. ഹൊസ്ദുർഗ് കടപ്പുറം GUP സ്കൂളിലാണ് ശിശുദിനത്തിൽ 7 മീറ്റർ ചുമരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ചിത്രം കുട്ടികൾക്ക് ചുമരിൽ സമർപ്പിച്ച് വിദ്യാലയത്തിലെ അധ്യാപകർ മാതൃകയായത്. ചിത്രച്ചുമരൊരുക്കാൻ അധ്യാപകർ ചേർന്ന 40,000 രൂപയാണ് ചിലവഴിച്ചത്. കലാകായിക പ്രവൃത്തി പരിചയമേളയിൽ മികവ് തെളിയിക്കുകയും ഉപജില്ലാ സ്കൂൾ കലോത്സവം UP അറബിക് കലോത്സവത്തിൽ സ്കൂളിന് ചാമ്പ്യൻ പട്ടം നേടിക്കൊടുത്ത കുട്ടികളെയും വിജയോത്സവത്തിൽ അനുമോദിച്ചു. ശിശുദിനാഘോഷം, വിജയോത്സവവും ചുമർ ചിത്രം അനാച്ഛാദനവും ഹൊസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫോണിൽ വീഡിയോയും റീൽസും ഗെയിംസും കളിച്ച് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. വീഡിയോ ആക്കിയവർ പൈസ ആക്കിയിട്ട് പോകും, നമ്മുടെ ജീവിതം നശിക്കും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അത്യാവശ്യം, അതായത് ഒരു മദ്രസയിലൊന്നും പോകാത്തവർ വൈകുന്നേരം 7 മണിയോടുകൂടി വായിക്കാൻ തുടങ്ങണം. സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതെല്ലാം ഇങ്ങനെ ഇരുത്തി ഒച്ചത്തിൽ വായിക്കും. നിങ്ങൾ വായിക്കുന്നത് അടുത്ത വീട്ടുകാർ കേൾക്കണം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് വായിക്കുന്നത് ആര് കേൾക്കണം? അടുത്ത വീട്ടുകാർ കേൾക്കണം. അത്രയും ഒച്ചത്തിൽ വീട്ടിൽ നിന്ന് ഇംഗ്ലീഷും മലയാളവും വായിക്കും. വഴിക്കേ പോകുന്നവർ പറയണം, നോക്കിയാണ് ആ കുഞ്ഞ് വായിക്കുന്നത് എന്ന് പറയണം. ഒച്ചത്തിൽ മലയാളം ഇംഗ്ലീഷും വീട്ടിൽ നിന്ന് വായിക്കുക. എല്ലാം വായിച്ച് പഠിച്ച് കഴിഞ്ഞ ശേഷം അടുക്കളയിൽ ചിലപ്പോൾ ഉമ്മയുണ്ടാവും, അല്ലെങ്കിൽ ആ ഉപ്പ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഉമ്മനെ അടുത്ത് വിളിക്കുക. എൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ മാഷ് പഠിപ്പിച്ചതെല്ലാം ഉമ്മനെ പഠിപ്പിക്കും. പ്രഥമാധ്യാപകൻ ഭാസ്കരൻ പേക്കടം അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സലീം, PHK അബ്ദുള്ള, അബ്ദുൾ റഹ്മാൻ ഹദ്ദാദ്, പ്രകാശൻ AV, പ്രജിത PV, സുനിത KV, മധു പ്രതിയത്ത, മനീഷ T, അനിൽ നീലാംബരി, ഡോക്ടർ മുഹമ്മദ് ഹാരിസ്, മനോജ് K, ജലജ കുമാരി, ഫാത്തിമ C എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരുവ് നായയുടെ ആക്രമണത്തിൽ 60-കാരന് ദാരുണ മരണം. മഞ്ചേശ്വരം ഉള്ളാൾ കുമ്പല ബൈപ്പാസിലാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. കാസർഗോഡ് 3 വൻ പാൻ മസാല വേട്ട. തലപ്പാടി ചെക്ക് പോസ്റ്റിന് സമീപത്തു നിന്നും ചെർക്കളയിലെ 2 നിന്നുമായാണ് പാൻ മസാല കടത്ത് പിടികൂടിയത്.
കോൺഗ്രസ് പരാജയത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ലെന്ന് വി മുരളീധരൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണെന്നും വി മുരളീധരൻ. തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ ദൃശ്യപത്ര മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. സത്യാനന്തര കാലത്ത് മാധ്യമപ്രവർത്തകർ നേരിടുന്നത് വലിയ വെല്ലുവിളികളാണെന്ന് അംബികാസുധൻ മാങ്ങാട്. സ്കൂളിൽ നിർമ്മിച്ചത് മനോഹരമായ റോസ് ഗാർഡൻ. ശിശുദിനത്തിൽ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ച് GMUPS പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ. NN പിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന് മാണിയാട്ട് ഗ്രാമത്തിൽ തിരിതെളിഞ്ഞു. സിനിമാ താരം ശ്വേത മേനോൻ കളിവിളക്ക് തെളിയിച്ചു. മലബാർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അവകാശ സമരം നടത്തി. ഒപ്പ് ശേഖരണ പരിപാടിയും സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.